നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന് 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാനായിട്ട് കർത്താവ് നമുക്ക് സഹായിച്ചു. കർത്താവിനെ വളരെ വിലയേറിയ പരിമള തൈലം കൊണ്ടുവന്ന് ഒരു വെങ്കൽ ഭരണി എടുത്തുകൊണ്ട് അവൻ്റെ അടുക്കൽ വന്ന് അത് അവൻ്റെ തലയിൽ ഒഴിച്ചു എന്ന് പറയുന്ന ഭാഗ്യമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് കൊണ്ട് അത് ഏറ്റവും ആദ്യം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം കഴിയുമ്പോൾ തന്നെ കർത്താവ് യെരുശലേമിലേക്ക് പോകുന്നതിനായിട്ട് മനസ്സ് വെച്ചു എന്ന് 10-ാം അധ്യായത്തിലൊക്കെ നമ്മൾ 9-ാം അധ്യായം അവസാനം 10-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. കാരണം അവൻ യെരുശലേമിലേക്കാണ് പോകുന്നത്, ശമര്യരുടെ അടുത്തേക്കല്ലാന്ന്, ശമര്യർ അവനെ കൈക്കൊണ്ടില്ല എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവ് താൻ പ്രസംഗിക്കാനിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് 10 പേരെയും 12 പേരെയും തുടർന്ന് 70 പേരെയും ഒക്കെ അയക്കുന്ന ഭാഗങ്ങൾ നമ്മൾ അവിടെ തന്നെ 9-ഉം 10-ഉം അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. കർത്താവ് യെരുശലേമിലേക്ക് പോകുന്നതിൻ്റെ ഒരു തുടക്കം അവിടെ അത് 10-ാം അധ്യായത്തിൽ തന്നെ വിവരിച്ചിരിക്കുന്നത് കൊണ്ട് ഈ അധ്യായം നോക്കി സമയം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തന്നെ ഈ പറയപ്പെട്ടിരിക്കുന്ന ഇൻസിഡൻസ് ഒക്കെ വെവ്വേറെ ഇൻസിഡൻസ് ആണ് എന്ന് കർത്താവ് പറഞ്ഞല്ലോ. വളരെ ശരിയായ അഭിപ്രായമായിട്ടാണ് എനിക്കും അത് തോന്നുന്നത്. ഇതിനു മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ അതെന്തായിരിക്കാം എന്നുള്ളതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ചിലർ അഭിപ്രായപ്പെടുന്നത് ചിലപ്പോൾ ഇതെല്ലാം ഒന്നായിരിക്കാമെന്ന് പറയുന്ന ദൈവദാസന്മാരും ഉണ്ട്, പാസ്റ്റർമാരും ഉണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങളുണ്ടല്ലോ. എന്നാൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് അത് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇൻസിഡൻസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് 2 ദിവസം മുമ്പ് എന്ന് നമ്മൾ കാണുന്നു. 6 ദിവസം മുമ്പെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. എന്തു തന്നെ ആയിരുന്നാലും ഈ അഭിഷേകം ചെയ്തവരുടെ മനോഭാവം എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നല്ല പല ഭാഗത്തുനിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പല ഭാഗത്തു നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവിനോടുള്ള നന്ദിയും കർത്താവിനോടുള്ള സ്നേഹവും കൊണ്ടാണ് അത് ചെയ്തത് എന്ന് മാത്രമല്ല, ഈ അനോയിൻറ്റ് ചെയ്ത് ഇതുപോലെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ആരെങ്കിലും ഒരിക്കൽ മാത്രം ചെയ്തൊരു പരിപാടിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. കർത്താവിനോട് മാത്രമല്ല, മറ്റു പല വിശിഷ്ട വ്യക്തികളോടും ഇതുപോലെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഇതുപോലുള്ള സുഗന്ധ തൈലം അവരുടെ തലമേൽ അഭിഷേകം ചെയ്ത് അവരെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി അന്ന് ഇസ്രയേലിലും പാലസ്തീനിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് സമകാലീന ചരിത്രം പഠിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കർത്താവിനെ അങ്ങനെ അനോയിൻറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നെറ്റിച്ചുളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കർത്താവ് വളരെ വൈഡായിട്ട് സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തി ആയിരുന്നത് കൊണ്ട് തന്നെ കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ നന്മകൾ തിരിച്ചറിഞ്ഞ പലരും അവരുടെ പ്രതികരണമായിട്ട് അങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അതിന് അനൗചിത്യവും ഇല്ല. കർത്താവിനെ 2-ഓ 3-ഓ പ്രാവശ്യം അങ്ങനെ അനോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അതിൽ കൂടുതലും കണ്ടേക്കാം, എഴുതപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ കാണത്തുള്ളൂ. അതിൽ കൂടുതലും ഒരുപക്ഷെ കണ്ടേക്കാം. കാരണം അത് സാധാരണഗതിയിൽ ഒരു വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അന്ന് അവിടെ നിലവിലുണ്ടായിരുന്നത് എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിൻ്റെ ആ വിലയും അതിൻ്റെ ആ പെർഫ്യൂമിൻ്റെ എന്തുമാത്രം വിലയേറിയതായിരുന്നു അതൊന്ന് ഓർക്കുമ്പോഴാണ് സാധാരണഗതിയിൽ എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇതര ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആത്മീയ നന്മകൾ ഗ്രഹിച്ചവരാണ് അത് പലപ്പോഴും ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാർത്തയുടെയും മറിയയുടെയും ഒക്കെ ജീവിതം നമ്മൾ എടുക്കുമ്പോഴും നമുക്കവിടെ കാണാൻ കഴിയും. ലൂക്കോസിലെ സുവിശേഷം 10-ാം അധ്യായം എന്ന് തോന്നുന്നു, അവിടെ അവസാന ഭാഗങ്ങളിൽ അവരുടെ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. കർത്താവിനെ അവർ ശുശ്രൂഷിക്കുന്നത്, കർത്താവിനെ അവർ മാർത്ത മടുത്തിട്ട് മേരിയെപ്പറ്റി കംപ്ലൈൻറ്റ് പറയുന്നത്, എന്നാൽ കർത്താവ് മാർത്തയോട് പറയുന്നത്, മാർത്തയെ നീ പലതിനെ ചുറ്റി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി.
ആ നല്ല അംശം മറിയ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ട ഒരു അനുഭവത്തെക്കുറിച്ച് അവിടെ പ്രകീർത്തിക്കുന്നത്, മറിയെ പ്രകീർത്തിക്കുന്നത് കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് കാണാം അവരുടെ ജീവിതത്തിൽ അവരുടെ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു അനുഭവത്തിൽ കർത്താവ് അവരോട് കൂടെ ഇരിക്കുകയും കർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയും എന്ന് മാത്രമല്ല തങ്ങളുടെ മരിച്ചുപോയ സഹോദരനെ ഉയിർപ്പിക്കുകയും ചെയ്യുന്ന കാര്യം നമുക്ക് 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇത്രയും നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടു കൂടെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതും 7-ാം അധ്യായം ലൂക്കോസ് വായിക്കുമ്പോൾ പാപിണിയായ സ്ത്രീ അവിടെ കടന്നു വരുന്നുണ്ടെങ്കിലും ആ കടന്നു വരുമ്പോൾ നമുക്ക് കാണാം എത്രമാത്രം പാപഭാരത്തോടു കൂടെയാണ് അവൾ കടന്നു വരുന്നത് എന്നും ശീമോൻ്റെ വീട്ടിലാണ് അത് സംഭവിച്ചത്. ശീമോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് ശീമോനോട് സംസാരിക്കുന്നതും അവിടെ അതിൻ്റെ നയം എന്താണെന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശീമോനെ നിനക്ക് ഹൃദയത്തിൽ ഇതിന് വിഷമം തോന്നാനും ആ സ്ത്രീക്ക് അത് ഏറ്റവും യുക്തമായിട്ട് തോന്നാനുമുള്ള കാരണം എന്താ? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. നിനക്ക് ഒത്തിരി കടങ്ങൾ ക്ഷമിച്ച് കിട്ടിയവനാണ്, എന്നാൽ നിന്റെ കടങ്ങൾ ക്ഷമിച്ച് കിട്ടിയ ബോധം നിനക്കില്ല. നീ ഇപ്പോഴും നിന്റെ നീതിയിൽ ജീവിക്കുക. എന്നാൽ അവൾ അങ്ങനെയല്ല. അവളുടെ ആർക്കും വേണ്ടാതെ സമൂഹത്തിന് മുന്നിൽ കൊള്ളരുതാത്തവളായി പാപിണിയായി ഇരുന്ന അവളുടെ പാപങ്ങളൊക്കെയും ക്ഷമിച്ചു കിട്ടി എന്നുള്ള ഉറപ്പ് അവളുടെ ആത്മാവിൽ ലഭിച്ചപ്പോൾ അതൊരു ആഴമായ പരിവർത്തനം അവളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും അവളുടെ സകലവും സർവസ്വവും ദൈവപാദപീഠത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാനും ദൈവത്തെ സ്നേഹിക്കാനും ഉള്ള ഒരു മനോഭാവത്തിലേക്ക് അവൾ കടന്നു വരാനും ഇടയായി തീർന്നു. അതാണ് അവൾ ആ ചെയ്ത പ്രവൃത്തിയുടെ കാരണം എന്ന് ശീമോനോട് വളരെ വ്യക്തമാക്കി കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഇന്ന് വായിക്കുന്ന ഈ ഭാഗത്തും സൈമൺ ദ ലെപ്പർ, അപ്പം ഈ ഭാഗം എന്ന് പറയുന്നത് കുഷ്ഠരോഗികളൊക്കെ താമസിച്ചിരുന്ന ഒരു കോളനി ആയിരുന്നു ഈ ബഥനി എന്ന് പറയുന്നത്. നമുക്കറിയാം ഒലിവുമലയുടെ അല്ലെങ്കിൽ ഈ ടെമ്പിളിൻ്റെ മലയുടെ അപ്പുറത്തെ ഭാഗത്തും അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തുമുള്ള യെരുശലേമിലെ 2 കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഈ ബഥനി എന്ന് പറയുന്നത് നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയാൽ എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ബഥനി അതുപോലൊരു സ്ഥലമായിരുന്നു. എന്നാൽ ഒരു കുഷ്ഠരോഗി സൗഖ്യമാക്കുക, കാരണം കുഷ്ഠരോഗം പിടിച്ചാൽ മരിക്കുക എന്നുള്ള ഒരൊറ്റ പരിപാടിയെ അന്ന് അവരെ സംബന്ധിച്ച് ഉള്ളൂ. അതിലപ്പുറത്തേക്ക് ഒരു കുഷ്ഠരോഗിക്ക് യാതൊരു പ്രത്യാശയ്ക്കും ഇടയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കുഷ്ഠരോഗികളായിരുന്നതെന്നും അതുകൊണ്ട് കർത്താവ് പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ, നയമാനല്ലാതെ വേറെ ആരും സൗഖ്യമാക്കി ആയില്ല എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുമ്പോഴൊക്കെ കർത്താവ് ഇത് മഹാപുരോഹിതന്മാരെ നീ കൊണ്ടുപോയി കാണിക്ക എന്ന് പറയുന്ന ഭാഗങ്ങളും നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കാരണം ദൈവരാജ്യത്തിൻ്റെ വരവിനെ പ്രഖ്യാപിക്കുന്നതായിരുന്നു ഈ കുഷ്ഠരോഗിയുടെ വരവ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കുഷ്ഠരോഗ സൗഖ്യമായത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കാരണം ഈ പുരോഹിതന്മാരുടെയോ ആരുടെയെങ്കിലും അറിവിൽ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു കുഷ്ഠരോഗി സൗഖ്യമായതായിട്ട് അവർക്ക് ഓർമ്മയില്ല, വചനത്തിൽ പറഞ്ഞിട്ടുമില്ല, ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്നുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം എന്തുമാത്രം സ്നേഹം അവർക്ക് കർത്താവിനോട് ഹൃദയത്തിൽ തോന്നിക്കാണും, എന്തുമാത്രം ആരാധന, ആത്മീയമായി മാത്രമല്ല ഭൗതികമായിട്ട് പോലും അവരുടെ ആ തൊട്ടുകൂടായ്മയും അവരെ ദൂരെ നിന്ന് വിളിച്ചു പറയണം, ഒന്ന് അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ അവന് വരാൻ പാടുള്ളായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി അവൻ്റെ കുഷ്ഠരോഗം കർത്താവ് സൗഖ്യമാക്കിയപ്പം എന്തും മാത്രം സ്നേഹം കർത്താവിനോട് തോന്നിക്കാണും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പം അത് കുറച്ച് നമുക്കറിയാവുന്നത് പോലെ കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ള ഒരു അർത്ഥമല്ല. ഈ ഒച്ചപ്പാട് ആണെങ്കിൽ തന്നെ ഒച്ചപ്പാടിനല്ല കുഴപ്പം, ഒച്ചപ്പാട് എത്ര വേണേലും ഉണ്ടാക്കാം. ദാവീദ് പറഞ്ഞ പോലെ ഇനിയും ഞാൻ അവന് മുന്നിൽ ഡാൻസ് ചെയ്യും, ഇനിയും എൻ്റെ കാഴ്ചയ്ക്ക് ഞാൻ നികൃഷ്ടനും ഞാൻ എളിയവനുമായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. നികൃഷ്ടൻ എന്ന് പറഞ്ഞാൽ എളിയവനായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, എന്നാൽ ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള മനോഭാവം ശരിയായ മനോഭാവമായിരിക്കണം എന്ന് മാത്രമേ കർത്താവ് താല്പര്യപ്പെടുന്നുള്ളൂ. ശരിയായ മനോഭാവത്തോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ അത് കർത്താവ് അംഗീകരിക്കുകയും അത് ദൈവനാമ മഹത്വമായിട്ട് അത് നമ്മൾ ചില പരിജ്ഞാനക്കേടാണ്. ഇപ്പോൾ ഇവിടെ ചിലരൊക്കെ ശിഷ്യന്മാർ തന്നെ, പ്രധാനമായിട്ട് യൂദാസ് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും, അവൻ ചില തടസ്സവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും കർത്താവ് അത് പെർമിറ്റ് ചെയ്യുന്നു, കുഴപ്പമില്ല. നമുക്കറിയാമല്ലോ, മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി നാഴിക്ക് 40 വട്ടം പുള്ളി മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു.
ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ആ ആ വ്യക്തിക്ക് വേണ്ടി ഇനി എന്തോ ആര് ചെലവാക്കാനാ? ഒന്ന് ആലോചിച്ച് നോക്കിയോ, ആരെന്ത് ചെലവാക്കാനാ? കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും സർവാഭരണ വിഭൂഷിതനായിട്ടോ ഒക്കെ നമ്മൾ അടക്കാറുണ്ടോ? പെട്ടിയിലേക്ക് വെക്കുന്നതിന് മുന്നേ കയ്യിലും കാലയിലും അല്ലെങ്കിൽ എവിടെങ്കിലും കഴുത്തേലും കാതയിലും ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ പറിച്ചെടുത്തതിന് ശേഷമല്ലേ സാധാരണഗതിയിൽ അടക്കം ചെയ്യാറുള്ളൂ. ഇനി അങ്ങനെ അടക്കം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ തന്നെ നമുക്കറിയാം, കാരണം മരിച്ച് മണ്ണാകാൻ പോകുന്ന ഒരുത്തന് ഇനി എന്തിന് അവന്റെ മേൽ കൂടുതൽ ചെലവാക്കണം? അപ്പൊ ആശുപത്രിക്കാർ തന്നെ നമ്മളോട് പറയാറുണ്ട്, ഇനി നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോ, ഇനി പ്രത്യേകിച്ച് മരുന്നൊന്നും ചെയ്യാനില്ല, പുള്ളി ഒരു ആശ്വാസത്തോടെ ഇരിക്കട്ടെ എന്ന് നമ്മളോട് പറയുമ്പം, സത്യം പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, രോഗബാധിതരായി ശയ്യാവലംബിതരായി ഇരിക്കുന്ന പലരെയും ശുശ്രൂഷിക്കുക എന്നുള്ളത് വളരെ സഹിഷ്ണുത വേണ്ട ഒരു കാര്യമാണ്. ചില ബലഹീന അവസരങ്ങളിൽ നമ്മളങ്ങ് ഹൃദയത്തിൽ അങ്ങ് ചിന്തിച്ചു പോകും, കർത്താവ് എത്ര നാളായിട്ട് ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു, ഇതിനൊരു വ്യത്യാസമൊന്നും ഇല്ലേ കർത്താവ്? കാരണം അതുപോലെ ശുശ്രൂഷിക്കുന്നവരുടെ മാനസികാവസ്ഥയും അതുപോലെ ഉള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതും, പിന്നെ അത്യാവശ്യം ശകാരിക്കുകയും വഴക്ക് പറയുകയും കുറ്റാരോപണം നടത്തുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കിടക്കുന്നതെങ്കിൽ പിന്നെ ശുശ്രൂഷിക്കുന്നവരുടെ കഷ്ടകാലം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നുള്ളത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും മറ്റു പല അനുഭവങ്ങളിൽ നിന്ന് കണ്ടതിൽ നിന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു ഭയങ്കര മാനസികാവസ്ഥയാണ് ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നവർ ഈ രോഗ അവലംബിതരായവരെക്കാളും മനപ്രയാസത്തിലൊക്കെ അവർ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഡിപ്രഷനിലായി പോകുന്നത് കണ്ടിട്ടുണ്ട് പലരും. കാരണം എല്ലാ ദിവസവും ഇതേ സാഹചര്യം തന്നെ കണ്ട് അങ്ങനെ പോകുന്നതായിട്ടുള്ള സാഹചര്യം. അപ്പം ഇവിടെ ഒരു വ്യക്തി മരിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, മാനുഷികമായിട്ടുള്ള ഒരു രീതിയിൽ ശിഷ്യന്മാർ നോക്കിയിട്ടും യൂദാസ് നോക്കിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ ഇനിയും ശുശ്രൂഷിച്ചിട്ടോ ഒന്നുമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഒരു ഇൻസിഡന്റോട് കൂടെയാണ് യൂദാസ് നയം മാറ്റിയതെന്നുള്ളതും അതിനുശേഷം നമുക്ക് കാണാം. പന്തിരുപത് വരുത്തവനായ യൂദ മഹാപുരോഹിതന്മാരെ അടുക്കൽ ചെന്ന്, നിങ്ങൾ എന്തു തരും, ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. നമ്മൾക്കറിയാമല്ലോ, ജീസസ് ഫിലിം എന്നും പറഞ്ഞ് ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇത് കൂടുതൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കരുണാമയൻ എന്ന് പറയുന്ന അത് ഞാൻ പണ്ട് നമ്മൾ തെരുവോരങ്ങളിലും ഒക്കെ കൊണ്ട് ഒത്തിരി പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ഫിലിമാണല്ലോ. ഞാൻ ഒത്തിരി വട്ടം അതിന് അങ്ങനെ കാണിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ, ഇവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നവനായിരിക്കും എന്ന് ഞങ്ങൾ പ്രത്യാശിച്ചു എന്ന് എമ്മവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ പറഞ്ഞതുപോലെ, ദൈവരാജ്യം ഇപ്പോൾ തന്നെ നിലവിൽ വന്ന് ദൈവരാജ്യം വെളിപ്പെട്ട് അവർ ആയിരിക്കുന്ന രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നൊക്കെ അവർ മോചനം പ്രാപിച്ച് അങ്ങനെ ദൈവത്താൽ നിയുക്തനായ ഒരു വ്യക്തി ആയിരിക്കും ഈ കർത്താവ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവരാണ് ശിഷ്യന്മാരിൽ കൂടുതലും. പ്രത്യേകിച്ച് യൂദാസ് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യൂദാസ് എന്തിന് കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന വളരെ പ്രോബബിളായിട്ടുള്ള ഒരു ഉത്തരം ഇത് തന്നെയാണ് എന്ന് ബുദ്ധിപരമായിട്ട് ഞാൻ പറയുക. അല്ല, ദൈവവചനം നിവർത്തിയാകേണ്ടതിന് ഇതൊക്കെ നമുക്കറിയാമല്ലോ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് ചിന്തിക്കാം. എന്നാൽ തന്നെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ ഞങ്ങളെ വിടുവിക്കും എന്ന് അവൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അവൻ്റെ കാര്യങ്ങളൊന്നും ഫലവത്താകാൻ ഇടയായി തീർന്നില്ല. അവൻ വിചാരിച്ചതുപോലെ യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചതും ഇദ്ദേഹം തന്നെയാണ് എന്നാണ് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അത് വരികൾക്കിടയിലുള്ള വായനയാണ്. അതൊന്നും വചനപ്രകാരം അങ്ങനെയാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല, എന്നാൽ തന്നെ പറയുക. അപ്പം ഈ ഒരു സംഭവത്തോടു കൂടെ യൂദാസ് കർത്താവായ യേശുവിനെ എഴുതി തള്ളി. ഇനിയും ഈ ഇദ്ദേഹത്തെ പൊത്തിപ്പൊതുമി നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഇനി അദ്ദേഹത്തെ ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്ന് അവർ യഹൂദന്മാരുടെ ശ്രേഷ്ഠന്മാരെ കാത്തിരുന്ന ഒരു സുവർണാവസരം വരത്തക്കവണ്ണം ഈ അനോയിന്റ് ചെയ്ത ഈ ഭാഗത്തുള്ള കർത്താവിൻ്റെ റിയാക്ഷനും അദ്ദേഹത്തെ തിരുത്തുകയും ഒക്കെ ചെയ്തതോടുകൂടെ ഒരുപക്ഷെ പരസ്യമായിട്ട് അപമാനിക്കപ്പെട്ടത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇദ്ദേഹം നമ്മൾ വിചാരിച്ചതുപോലെ ഈ ഒരു വിപ്ലവത്തിന് കുന്തമനിയായിട്ട് നിർത്താൻ പറ്റിയ നേതാവല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉടനെയുള്ള റിയാക്ഷൻ അതായിരുന്നെന്നുള്ളത് നമുക്കിന്ന് വായിക്കുന്ന ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ആ ശീമോന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ
അപ്പം നമുക്കറിയാം കുഷ്ഠരോഗം എന്നുള്ളത് വലിയൊരു സംഭവമാണെന്നുള്ളതും എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോടുള്ള ചില അനുഭവങ്ങളൊക്കെ ഞാൻ ഇതിനു മുന്നേ ഇവിടെ പങ്കിട്ടിട്ടുണ്ട്. കാരണം സ്ഥിരം കുഷ്ഠരോഗ ആശുപത്രിയിൽ പോവുകയും രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്ത് വളരെയധികം ഉണ്ടായിരുന്നു. അവരെന്നെ തേടി ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ വരുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമുണ്ട്. അപ്പം അവിടെ പോയി പലരുടെയും ആ ഒരു അവസ്ഥ കാണാനായിട്ടൊക്കെ ഇടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ മുളയം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആശുപത്രിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടർ, അവിടെ വിശ്വാസിയായ ഡോക്ടർ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഉള്ള സമയത്താണ് കൂടുതൽ പോകാനായിട്ട് ഇടയായിട്ട് തന്നിട്ടുള്ളത്. അപ്പം ഈ കുഷ്ഠരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠരോഗം ആ ഒരു വീട്ടിലുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയുക, ഞാൻ കുഷ്ഠരോഗിയെ തൊട്ടതാന്ന് പറഞ്ഞാൽ തന്നെ നീ എന്നെ ആരെങ്കിലും തൊടാനായിട്ട് ഇച്ചിരി ഒന്ന് അറയ്ക്കും. കുഷ്ഠരോഗിയെ തൊട്ട പുള്ളിയുടെ മേത്ത് വല്ലോ കാണുമോ? ഇതുപോലെ മനുഷ്യൻ അറയ്ക്കുന്ന ഒരു രോഗമാണെന്നും അത് വായുവിലൂടെയാണ് പകരുന്നത്. അത് അടുത്തൊന്നും വരണ്ട, ഒരാൾ തൊടുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ അത് പകരുന്ന ഒരു ഇതാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. ഇനി തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ വളരെ കണ്ടേജിയസ് ആയിട്ടുള്ള, വളരെ പകരുന്ന നിലയിലുള്ള ഒരു രോഗമായിരുന്നു ഈ കുഷ്ഠരോഗമെന്നും. എന്നാൽ കർത്താവ് ആരോടും ഒരു വിവേചനവും കാണിച്ചില്ല. കുഷ്ഠരോഗി തൊട്ടാൽ കർത്താവ് അശുദ്ധനാകുമെന്നുള്ളതല്ല, കർത്താവ് തൊട്ടാൽ കുഷ്ഠരോഗി സൗഖ്യമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും. അതുകൊണ്ട് അവിടെ ഒക്കെ കടന്നു പോകാനും ആ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് തന്നെ ആ ഭവനത്തിൽ കടന്നുപോയി അവിടെ ആയിരിക്കാനും കർത്താവ് ഒരു വിഷമവും ഉണ്ടായില്ല എന്നുള്ളത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ കർത്താവ് അവിടെ കടന്നു വന്നപ്പം കർത്താവിന് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. കർത്താവ് മരിക്കാൻ പോവുകയാണെന്ന് പറയുക, എൻ്റെ കർത്താവ് നിനക്ക് തിന്നാൻ എന്തോ ഇഷ്ടമെന്നൊക്കെ ചോദിക്കാം. ഇതൊക്കെ ചെയ്യുക. എന്നാൽ തന്നെ അവിടെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്, എൻ്റെ കർത്താവെ നീ മരിക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് നിന്നെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെയുള്ള ഏറ്റവും അതിൻ്റെ പരമാവധി നിലയിൽ അതെങ്ങനെ ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റിലും ഒക്കെ പെർഫ്യൂമിനുള്ള സ്ഥാനം അറിയാം. അവിടെ ചെന്നാലാണ് നമുക്ക് പല പല വെറൈറ്റി പെർഫ്യൂമുകൾ. ഞാനും പോയപ്പോൾ ഒരു അത്തറും ഏതാണ്ടൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നു. കാരണം അവിടെയുള്ള വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള സ്മെല്ലുള്ള പല സാധനങ്ങളും ഈ മിഡിൽ ഈസ്റ്റിലും ഒക്കെ നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് അവിടെ ഇത് വളരെ പ്രചാരത്തിലുള്ളതും, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയത്തില്ല ശരിക്കും ഒരു പെർഫ്യൂം എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടിയെന്ന് അറിയത്തില്ല. ഒരിക്കലും ഒരു കടയിൽ ചെന്നപ്പോൾ ഒരാളെ കാണിച്ചു തന്നു, ഇത് ഇങ്ങനെ കുലുക്കിയതിന് ശേഷം കൊമളകൾ മെല്ലെ വരികയാണെങ്കിൽ അത് കൊമളകളെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് തീരുകയാണെങ്കിൽ അത് എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇന്ന് നമുക്ക് അറിയത്തില്ല ഇത് എന്നാ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ മേടിക്കുന്ന പല പെർഫ്യൂമും ഡ്യൂപ്ലിക്കേറ്റ് പെർഫ്യൂമുകളാണ്, ശരിക്കുള്ള ഒറിജിനൽ പോലും അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്നാൽ നോക്കിയാട്ടെ, അവിടെ ഏറ്റവും വിലയേറിയ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ഒരു ചെടി വളർത്തിയപ്പോഴാണ് ഇതെങ്ങനെയാണ് ഈ പറഞ്ഞ സ്വച്ഛജടാമാംസി തൈലം അത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അന്നത്തെ കാലത്തും നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമായിരുന്നു ഇതെന്നാണ് ഗവേഷകർ പറയുന്നത്. ഈ പറയുന്ന സാധനം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പെർഫ്യൂം അത്ര എക്സ്പെൻസീവ് ആകാനായിട്ട് ഇത് അരച്ചോ ചതച്ചോ ഒന്നും എടുക്കുന്ന സാധനമല്ല. ഒരു ചെടി ഉണ്ടായിട്ട് ആ ചെടിയുടെ മുകുളങ്ങളായിട്ട് ചെടിയുടെ ആ നാമ്പിൻ്റെ അറ്റത്ത് കുറച്ച് ഇതുപോലുള്ള ഒരു പ്രത്യേക വസ്തു ഇങ്ങനെ ഒലിച്ചിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കട്ടയായിട്ടിരിക്കും. അത് എടുത്തിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. അത് ഏകദേശം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ദിവസങ്ങളിൽ. എനിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കായം ഉണ്ടല്ലോ, ആ കായം എങ്ങനെയാന്നൊക്കെ പണ്ടേ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കായച്ചെടി വീട്ടിൽ വളർത്തിയപ്പോഴേ എനിക്കത് മനസ്സിലായത്. ഞാനൊരു നഴ്സറി ചെന്നപ്പം എന്നോട് പറഞ്ഞു, സാറേ ഇതേണ്ട കായച്ചെടി ഇരിക്കുന്നതെന്നും പറഞ്ഞ് എനിക്ക് കായം തന്നു. അങ്ങനെ കായം ചെടി വളർത്തിയപ്പോഴാണ് ഈ കായം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ കക്ഷങ്ങളിലും മുകളങ്ങളിലും ഒക്കെ ഒരു തുള്ളി പോലെ ഇങ്ങനെ ഒലിച്ചിരിക്കും. ഈ ചെറിയ ഈ സാധനത്തെ എടുത്തിട്ടാണ് നമ്മൾ ഈ കായം ഉണ്ടാക്കുന്നത് എന്ന് പറയാനായിട്ടിടയായി. മറ്റു പല കായങ്ങളും കാണുമായിരിക്കും, ഞാൻ കണ്ട കായത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഈ എക്സ്പെൻസീവ് ഓയിൽ അത് എത്ര എക്സ്പെൻസീവ് ആകാനും ഒക്കെയുള്ള കാരണം. അത്രയ്ക്ക് വളരെ കുറവ് മാത്രം അതിൽ നിന്നിങ്ങനെ സ്രവിക്കുന്നതായിട്ടുള്ള ഒരു ദ്രാവകമാണ് അവർ ഇതിനെ ഇത്ര അല്ലെങ്കിൽ ഇത്ര എക്സ്പെൻസീവ് ആകാനുള്ള കാരണം എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, അവർ പന്തിയിൽ ഇരിക്കുമ്പോൾ അത് കൊണ്ടുവന്ന് അവൻ്റെ തലയിൽ ഒഴിച്ചു. നമ്മൾ ഇതര ഭാഗങ്ങളിലും വായിക്കുന്നുണ്ട്. അതിൻ്റെ ഇതുകൊണ്ട് അവരുടെ ഭവനം മുഴുവൻ നിറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേച്ചർ ഓഫ്
അത് അത് എത്രമാത്രം എക്സ്പെൻസീവ് ആയിരുന്നെന്നും എത്രമാത്രം ക്വാളിറ്റി ഉള്ളതായിരുന്നെന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഒരു വ്യക്തി ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ പല കാര്യങ്ങളിലും വളരെ ഉപകാരമായി എന്നൊക്കെ പറയുമ്പോഴും പണ്ട് നമ്മുടെ ഭാരതത്തിൽ ഇരിക്കുന്ന ഒരു കഥയുണ്ട്. കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവ വ്യക്തിത്വത്തെ കാണാനായിട്ട് അവലും കൊണ്ട് പോയപ്പം ഒരു പിടി അവല് വാരി തിന്നപ്പം തന്നെ കുചേലൻ കുബേരനായിട്ട് മാറി എന്നുള്ളൊരു കഥ ഒരുപക്ഷെ നമ്മൾ കേട്ട് കാണും. എന്ന് പറയുന്നത് പോലെയാ നമ്മുടെയൊക്കെ അപ്പോൾ തന്നെ ഇനിയും വേണ്ട, അടുത്ത വായിലേക്ക് ഇടരുത് എന്ന് അവിടെ ഇരുന്ന വ്യക്തി പറഞ്ഞതായിട്ട്, ഭാര്യയായിരുന്ന വ്യക്തി പറഞ്ഞതായിട്ട് ഒരു കഥ നിലവിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും ദൈവികമായിട്ടുള്ള ആരാധനയോടുള്ള ബന്ധത്തിലും നമ്മുടെ പലപ്പോഴും ഉള്ള ഒരു കാഴ്ചപ്പാട്. കാരണം എത്ര വലിയ നന്ദിയൊക്കെ പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു വര വരച്ച് ഇത്രയ്ക്കേ ആകാവൂ എന്നുള്ളത് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടാ ഒരു ഉപദേശി വരുന്നു, ഇങ്ങനെ പുള്ളിയെ ആദരിക്കുക, അതിനപ്പുറത്തേക്ക് പുള്ളിയെ ആദരിക്കണ്ട, അല്ലെങ്കിൽ ഇന്ന പോലെ ദൈവവേലയ്ക്ക് ചെയ്യാൻ പോകുന്നു, ഇത്രയും മതി, അതിനപ്പുറത്തേക്ക് വേണ്ട എന്ന് നേരത്തെ പുറമേ നമ്മൾ എന്തൊക്കെ നമ്മൾ കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ നേരത്തെ ഒരു അടയാളം വെച്ച് ഒരു മാർക്ക് ചെയ്തിട്ട് ഇത്രയ്ക്കാകാം, ഇതിനപ്പുറത്തേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടല്ലേ നമ്മൾ പലതും ചെയ്യുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പം ഒരു കാര്യം ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഇതുപോലൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു പ്രവൃത്തി ശിഷ്യന്മാരോ ബാക്കി ആരോ പ്രതീക്ഷിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇനി ചാകാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് കൂടുതലും ബോധർ ചെയ്യുന്നില്ല. പുള്ളി മരിക്കുന്നു എന്ന് പിന്നെയും പറയുന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരാ അടുത്ത നേതാവെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആശാന്മാരാണ് ഇനി ഇതൊക്കെ ചെയ്യുമോയെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നോക്കണം, അപ്പോഴാണ് ഇത്തരം വ്യക്തികൾക്കുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. 6 ദിവസം മുന്നേ മേരി അവനെ അനോയിന്റ് ചെയ്തു. 2 ദിവസം മുന്നേ സൈമൺ ദ ലെപ്പറിന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ, അത് അദ്ദേഹത്തിന്റെ പേര് ലെപ്പറല്ല, ലെപ്പർ ഹീൽഡ് ഓഫ് ലെപ്രസി എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. അപ്പം ഇത്തരം വ്യക്തികൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നി. എൻ്റെ ശവസംസ്കാര ദിവസത്തിന് വേണ്ടി അവളത് സൂക്ഷിച്ചല്ലോ എന്ന് പറയുക. നമുക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷത്തിലും അതുപോലെ തന്നെ പറയുന്നുണ്ട്, യേശു അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. അപ്പം എനിക്കൊരു അത്ഭുതം അവിടെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവ് മരിക്കുമെന്നും ക്രൂശിക്കപ്പെടുമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഈ ശിഷ്യന്മാരാരും ലെവലേശം അവർ മാറിയിട്ടില്ല. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയാലും എന്നുള്ള മട്ടിന് അവരൊക്കെ ഇങ്ങനെ ആട്ടെ കാണാം, നമുക്ക് നോക്കാം എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുമ്പോൾ, കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ യഥാർത്ഥമായി ഉൾക്കൊള്ളാനായിട്ട് ഇതുപോലെ ചില സ്ത്രീകൾക്ക് സാധിച്ചിട്ടുള്ളൂ. കാരണം അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് കർത്താവിൻ്റെ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളിലോ അല്ലെങ്കിൽ അദ്ദേഹം ആരാണ് എന്താണ് എന്നുള്ളതിലല്ല. അവരിൽ ക്രിയേറ്റ് ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നതനുസരിച്ച് കർത്താവിൻ്റെ വചനങ്ങളാണ് അവരിൽ ക്രിയേറ്റ് ചെയ്തത്. നീയോ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവരിൽ നിന്ന് ആരും അപഹരിച്ചു കളയുകയില്ല എന്ന് ഉള്ള രീതിയിലുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ദൈവഭക്തി എന്നൊക്കെ പറയുമ്പോൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു ശ്രമവും നമ്മൾ ആത്മീയ ഗോളത്തിൽ നിന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവപാദപീഠത്തിൽ ഇരുന്ന് അവന്റെ ഹിതം മനസ്സിലാക്കി അവന്റെ വചനത്താൽ വെളിപ്പാടിനാലുള്ള ഒരു രൂപാന്തരവും എന്നുള്ള നിലയിലും ആത്മീയ ജീവിതത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിൽ അവർ ഹൃദയത്തിലാണ് അവരുടെ ക്രിയകൾ കൂടുതൽ നടക്കുന്നത്, പുറമേ അല്ല നടക്കുന്നത്. അവരുടെ ഹൃദയത്തിലാണ് ഈ രൂപാന്തരം നടക്കുന്നത്. ചിലപ്പം പുറമേ വലിയ ബഹളമോ കയ്യടിയോ അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ആത്മീയ പരിവേഷം, ആത്മീയമായിട്ടുള്ള വ്യക്തികൾ ചെയ്യുമെന്ന് വിചാരിക്കുന്ന പല പ്രവർത്തികളും ഒന്നും ചെയ്തോണ്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടുള്ള വിമർശനവും അതുകൊണ്ടുള്ള വിധികളും ഒക്കെ കേട്ടോണ്ടാണ് അവർ നടക്കുന്നത്. കണ്ടില്ലേ, ഒരുത്തൻ വലിയ കാഴ്ചപ്പാട് പ്രാപിച്ച അവൻ അങ്ങനെ ചെയ്യുന്നില്ല, അവൻ ഇങ്ങനെ ചെയ്യുന്നില്ല, യേശു പിന്നെ ഈ പറഞ്ഞ ശബ്ബത്ത് ആചരിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലൊക്കെ ഇന്നത്തെ കാലത്തും ശരിയായിട്ടുള്ള ചില കാഴ്ചപ്പാടുള്ള വ്യക്തിത്വങ്ങളെ അപമാനിക്കുന്നതും തരം താഴ്ത്തുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം അവർ ചെയ്യുന്നത് ആത്മീയനായി തീരേണ്ടതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഫോർമാലിറ്റീസ് എനിക്ക് വേണം, എങ്ങനെയൊക്കെയുള്ള പരിവേഷങ്ങൾ എനിക്ക് ഉണ്ടായിരിക്കണം, എങ്ങനെയൊക്കെ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ
ഞാൻ ഞാൻ പ്രത്യക്ഷപ്പെടണം, അവരെന്നെ എന്നെ ശ്രേഷ്ഠനാണെന്ന് പറയാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നവനായിരിക്കണം, എൻ്റെ മനസ്സിൽ കൺവിക്ഷൻ ഇല്ലെങ്കിലും ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാണെന്ന് അവരുടെ മുന്നിലൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്, എന്നാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് വിചാരിക്കുന്ന വ്യക്തികളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പലപ്പോഴും നിർബന്ധിതരായി തീരും. അവർക്ക് ആ കാര്യത്തിലൊന്നും കൺവിക്ഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദൈവവചനത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാകുന്നു എന്ന് പറയുന്ന പോലെ അനുകരണങ്ങളുടെ ഒരു 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 ലോകത്താണ് ഇന്ന് പലരും ജീവിക്കുന്നത്. അവർ ചെയ്യുന്നത് എന്തിനാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യും. നമ്മുടെയൊക്കെ ഈ നാട്ടിൽ ഈ രാസവളമൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ പണ്ട് ഓർക്കാറുണ്ട്, അക്ഷരാഭ്യാസമില്ലാത്ത ഈ നാട്ടുകാർ കൊണ്ടുവന്ന് എല്ലാവരും യൂറിയ ഇടുന്നു, ഞാനും യൂറിയ ഇടുന്നു എന്നേ പറയത്തുള്ളൂ. അവരൊക്കെ യൂറിയ ഇട്ട് ഞാനും ഇട്ട്. എൻ്റെ ഈ വിളയ്ക്ക് യൂറിയ ആണോ വേണ്ടതെന്ന് അവർക്ക് അറിയത്തുമില്ല. എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യുന്നു എന്നുള്ള നിലയിൽ മുമ്പേ ഗമിച്ചിടുന്ന ഗോവ് തൻ്റെ പിൻവേ ഗമിച്ച് ഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പോവുക. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിനൊരു കാരണമുണ്ട്, വിശ്വാസത്തിനൊരു ആധാരമുണ്ട്. വിശ്വാസം ദൈവവചനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യേണ്ടത്. വചനമെന്ന് പറയുമ്പോൾ കേവലം അക്ഷരീയമായ വചനത്തെക്കുറിച്ചുള്ള അറിവല്ല, വചനത്തിൻ്റെ വെളിപ്പാടാ കർത്താവ് ഉദ്ദേശിക്കുന്നത്. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടിനാൽ ഒരുവൻ ജീവിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ അർത്ഥമാക്കുന്നത്, അതാ ലക്ഷ്യമാക്കുന്നത്. ഈ ദൈവിക വെളിപ്പാട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ വിശ്വസിക്കേണ്ടത് എന്താണെന്നും അവന്റെ ഹൃദയത്തിൽ വിശ്വാസം നൽകുകയും സ്വർഗീയമായ വാതായനങ്ങൾ അവന്റെ മുന്നിൽ തുറക്കുകയും ചെയ്യുന്നത്. സ്വർഗീയമായ കാര്യങ്ങൾ കാണാൻ തക്കവണ്ണം അവനെ ബലപ്പെടുത്തുന്നത് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടാ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടാ. വചനമായിരിക്കുന്ന ക്രിസ്തുവിന്റെ വെളിപ്പാടാ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. അത് ഏറ്റെടുത്തവനെ കുറിച്ച് പറയുക, അവൻ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഒരു ദൈവിക വെളിപ്പാട് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഇത് അവനെ നിത്യതയിലേക്കും അവനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ വിശ്വാസത്തിന്റെ പാതയിൽ തന്നെ നടത്തും. 84-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് എന്ന് പറയുന്ന പെരുവഴി ഈ ദൈവിക വെളിപ്പാടിന്റെ പെരുവഴിയാ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം അങ്ങനെ ആ ദൈവിക വെളിപ്പാടിൽ മുന്നോട്ട് പോകുന്ന, ദൈവഹിതത്താൽ ദൈവിക വെളിപ്പാടിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീരത്തില്ല. അവന് ചില ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാനായിട്ടും ഉള്ളൊരു ബോധം അവൻ്റെ ഹൃദയത്തിലുണ്ടാകും. അത് തെറ്റിപ്പോകത്തില്ല. നമുക്കറിയാം, ശിമയോനെയും ഹന്നേനെയും കുറിച്ച് നമ്മൾ കർത്താവ് ജനിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് വായിക്കുന്ന പോലെ എത്രയോ ഭക്തന്മാർക്ക് അവർക്ക് ടൈം ടേബിൾ ഒന്നും വേണ്ട, അല്ലെങ്കിൽ സമയക്രമമൊന്നും ആരും എഴുതി കൊടുക്കണ്ട. കാരണം അവരെ നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അവരിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ്, ആ ദൈവിക വെളിപ്പാടിൻ്റെ ആത്മാവ് അവരെ ആ ദൈവിക സത്യത്തിലേക്ക് വഴി നടത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റേ ശിഷ്യന്മാർക്ക് ആർക്കും തോന്നിയില്ല, കർത്താവ് മരിക്കുമെന്ന് പറഞ്ഞിട്ടും അത് കളിവാക്കായിട്ടും അല്ലെങ്കിൽ അതിന് മറ്റു പല നിലകളിലും അവർ ഉൾക്കൊള്ളാനാ ശ്രമിച്ചത്. അവർക്ക് ദുഃഖമുണ്ടായി. എങ്കിലും എൻ്റെ മരണ ദിവസത്തിന് വേണ്ടി യുക്തമായ ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ സ്ത്രീക്ക് സാധിച്ചു, അല്ലെങ്കിൽ യോഹന്നാന് വായിക്കുമ്പോൾ ആ മറിയയ്ക്ക് സാധിച്ചു. എൻ്റെ മരണ ദിവസത്തിന് വേണ്ടി മുൻകൂട്ടി, കാരണം നമുക്കറിയാമല്ലോ യോഹന്നാൻ മാത്രമാണ് ആ മഹാപുരോഹിതന്റെ അടുത്തേക്ക് പോയത്. യോഹന്നാന്റെ കൂടെ പത്രോസ് പ്രവേശിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇടയനെ വിട്ട് മാട്ടിൻകൂട്ടം ചിതറിപ്പോകും എന്ന് പറഞ്ഞതുപോലെ ചിതറിപ്പോകുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. അവർക്കാർക്കും യേശുവിൻ്റെ ശരീരത്തിൽ ഒരു ആദര സൂചകമായി അന്ന് ചെയ്തുകൊണ്ടിരുന്ന പോലെ എന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും ഉള്ള അവസരം ലഭിച്ചില്ല എന്നുള്ളതറിയാം. എന്നാൽ ഇതാ ഇവിടെ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ ഈ സ്ത്രീയെ പറ്റി കർത്താവ് പറയുകയാണ്, അവൾ എൻ്റെ ശവസംസ്കാര ദിവസത്തിന് വേണ്ടി ഇത് സൂക്ഷിച്ചു, അവളത് ഒന്നാമത് ചെയ്തു എന്നുള്ളത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു നടത്തിപ്പിനെ പറ്റി എനിക്ക് വളരെ ദൈവസന്നിധിയിൽ എനിക്ക് ഒരു അഭികാമ്യമായിട്ടുള്ള, അല്ലെങ്കിൽ എത്ര യുക്തമായിരുന്നു ആ സ്ത്രീ ചെയ്തത് എന്ന് തോന്നി. സ്ത്രീ അസഹ്യപ്പെടുത്തുന്നത് അവൾ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്, അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. അപ്പം എന്നും പറഞ്ഞ് ഈ ലോകത്തിലുള്ളവരെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യണമെന്നാണോ കർത്താവ് ഉദ്ദേശിച്ച്? അങ്ങനൊന്നും അല്ല.
അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തി ചെയ്തുകൊണ്ടാണോ പുറമേ കുറെ ഇനി എല്ലാവരും മേടിച്ച് യേശുവിൻ്റെ ഒരു എന്തെങ്കിലും പ്രതിമയോ ഫോട്ടോയോ ഒക്കെ കൊണ്ടുവച്ച് ഇങ്ങനെ അതിലിങ്ങനെ കുറച്ച് എക്സ്പെൻസീവ് ഓയിൽ ഒഴിച്ചിരുന്നതാണോ കർത്താവിന് ഇഷ്ടം? അതൊന്നുമല്ല കർത്താവ് പറഞ്ഞു. ആ നിലയിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പുറം അകാരം ഭൗതികമായിട്ടുള്ള നിലയിൽ, ജഡപ്രകാരമായിട്ടുള്ള നിലയിൽ കർത്താവിനെ നമുക്ക് ആദരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കാഴ്ചപ്പാടോടുകൂടെ ജഡാവതാരം ധരിച്ച് ഈ ലോകത്തിൽ വന്ന കർത്താവ് ഈ ലോകം വിട്ട് കഷ്ടതകൾ അനുഭവിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്തിൽ ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുന്നേ വളരെ ഹൃദയത്തിൽ ആ കാഴ്ചപ്പാടോടുകൂടെ നൽകപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത്ര വലിയ കടാകടിയന്മാരായിട്ടുള്ള ശിഷ്യന്മാരും മീൻപിടുത്തക്കാരും വലിയ വലിയ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരും സ്നേഹിച്ച ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കാണാം. തുടർന്ന് കാണുന്നത് ഉയർത്തെഴുന്നേറ്റപ്പോഴും ഒരു സ്ത്രീയോടാ പോയി പറയുന്നത്, നീ അവരോട് പോയി പറയുക എന്ന് പറയുന്നത്. എത്ര ടൈംലിയാ പ്രിയപ്പെട്ടവരെ! ഈ കർത്താവിനോടുള്ള ക്ലോസ്നെസ് എന്ന് പറയുന്ന പലപ്പോഴും മറ്റു പല നിലകളിൽ നമ്മൾ വ്യാഖ്യാനിക്കുമെങ്കിലും എത്ര ടൈംലി ആയിട്ടുള്ള ഒരു, അതൊന്നും ആരും പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ ആദ്യം പോയി കണ്ടിട്ട് വേറെ ആരെങ്കിലും കാണാൻ സമ്മതിക്കത്തുള്ളെന്നോ ഒന്നുമല്ല, അതൊന്നും ആരും പറഞ്ഞിട്ടില്ല. ബട്ട് ഇറ്റ് സോ ഹാപ്പൻഡ്. അതുപോലെ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ നിറവേറി, നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ ആ നടത്തിപ്പിലേക്കും ദൈവവചനത്തിന്റെ വെളിപ്പാടിലേക്കും വരേണ്ടത് എത്രമാത്രം അത്യാവശ്യമാണ് എന്ന് നമ്മൾ അറിയേണ്ടത് ആവശ്യമായി. കർത്താവിന്റെ വരവിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഒരു കാര്യം നമുക്ക് പറയാം. ഈ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച്, ദൈവിക വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച് ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ നടക്കുന്ന ഒരു ഭക്തന് ഒരിക്കലും ഇടറിപ്പോകേണ്ട ഒരു സാഹചര്യം കർത്താവിന്റെ വരവിനുള്ള ബന്ധത്തിൽ ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് വിചാരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഉപമകൾ പാടിച്ചല്ലോ. ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു, എണ്ണ തീർന്നു പോയി. ഇതൊക്കെ കാണിക്കുന്നത് എന്തിനെയാ? എന്താ ഈ തീരാത്ത എണ്ണ? ചിലർ പറയും പരിശുദ്ധാത്മാവാണ്. നിശ്ചയമായിട്ട് പരിശുദ്ധാത്മാവല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ടു ബി മോർ സ്പെസിഫിക്, ഈ ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതുമായിട്ടുള്ള ആ ദൈവിക വെളിപ്പാടിൻ്റെ ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാംസക്കണ്ണുകൾക്ക് ലഭിച്ചിരിക്കുന്നതിനേക്കാളും നമ്മുടെ ജഡപ്രകാരമുള്ള ബുദ്ധിയിൽ വെളിപ്പെടുന്നതിനേക്കാളും കൂടുതൽ അത്തരത്തിലുള്ള ഒരു വെളിപ്പാടിൻ്റെ തിരി നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഇടറിപ്പോകാനായിട്ട് ഇടയായി തീരത്തില്ല പ്രിയപ്പെട്ടവരെ. ഒരിക്കലും ഇടറിപ്പോകാനായിട്ട് ഇടയായി തീരത്തില്ല. കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞതുപോലെ നിങ്ങൾ സാക്ഷാൽ വചനം അത് വചനമായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് മാത്രമല്ല, വിശ്വസിക്കുന്ന ദൈവവചനമായിട്ട് തന്നെ ഉൾക്കൊണ്ടു വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ആ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആ ദൈവവചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിക്ക് അത് അവന് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അത് എന്തുമാത്രം ശ്രേഷ്ഠമാണെന്നും അതെന്തുമാത്രം നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു അനുഭവമാണെന്നും, നമ്മുടെ അയോഗ്യതകൾ നമുക്ക് ഉറപ്പുള്ളപ്പോൾ തന്നെ, നമ്മുടെ കുറവുകളെപ്പറ്റി നമുക്ക് ബോധ്യമുള്ളപ്പോൾ തന്നെ ആ കൃപയാൽ അയോഗ്യതയുള്ള സ്ഥാനത്തേക്ക് ആ കൃപ നൽകിക്കൊണ്ട് എപ്രകാരമാണ് ഈ കൃപ നമ്മളെ ധന്യരാക്കി തീർക്കുന്നത്, നമ്മളെ ശക്തി ഉള്ളവരാക്കി തീർക്കുന്നത് എന്നുള്ളത് ഓരോ വ്യക്തിക്കും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണെന്നുള്ളതിൽ ഒരു ഇരുപക്ഷമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഞാൻ ഈ ഭാഗത്ത് ഞാൻ കുറച്ച് നേരം ആയി സംസാരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 35 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. അബ്രഹാം പാസ്റ്റർ ഒരു 10 മിനിറ്റ് നേരത്തെ നിർത്തിയല്ലോ. നോക്കിയാട്ടെ, അവന് സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണി എടുത്തും കൊണ്ട് അവൻ്റെ അടുക്കൽ വന്നു. അവർ പന്തിയിലിരിക്കുമ്പോൾ അവൻ്റെ തലയിൽ ഒഴിച്ചു. യേശു അത് കണ്ടിട്ട് മുഷിഞ്ഞ്, ഈ വെറും ചെലവ് എന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. നമുക്കറിയാം വേറൊരു കാര്യം ഇവിടെ കാണാൻ കഴിയുന്നത്, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഒന്ന്, ശിഷ്യന്മാരത് കണ്ടിട്ട് ഈ വെറും ചെലവ് എന്തിന്? നമുക്കറിയാം ദൈവത്തെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇതുപോലുള്ള ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടൊന്നും പ്രസാദിക്കുന്ന ദൈവമല്ല ഒരു നില നമ്മളത് ചിന്തിക്കുകയാണെങ്കിൽ. അതേസമയം തന്നെ ഈ വെറും ചെലവ് എന്തിനെന്ന് പറഞ്ഞത് എത്ര കട്ടിവാക്കായി പോയി എന്ന് പലപ്പോഴും തോന്നും. ഒരാളിനെ ഞാനൊരിക്കലും ഒരു കല്യാണത്തിന് പോയപ്പം സമയത്തൊന്നും ചെന്നില്ല. സമയമൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു, എന്നാലും ഒഴിച്ചുകൂടാനാവാത്തത് കൊണ്ട് അവിടെ
ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മുടെ സാറ് വന്നിരിക്കുന്നത്, എൻ്റെ കൂടെ വേറൊരാളുമുണ്ട്, ഭക്ഷണമൊക്കെ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പം വീട്ടിലെ ആ പ്രധാന വ്യക്തിയുടെ മകനാ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അവനെന്ത് ചെയ്ത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വിശിഷ്ട വസ്തുക്കളെല്ലാം ഇങ്ങ് എടുത്തുകൊണ്ട് വന്നു. ഉടനെ ഞങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ ഈ പ്രധാന വ്യക്തി ഒരു ചൂടാകില്ല, എടാ ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് വരാനാണോ പറഞ്ഞത്? ഇതിൽ ഒരെണ്ണം ഇങ്ങ് എടുത്തുകൊണ്ട് വരാനല്ലേ, അല്ലാതെ എന്തിനാ എന്നും പറഞ്ഞ് അവനെ ഇതായപ്പം ഞാനല്ലേലും അത് കഴിക്കാൻ പോയതും അല്ല, കഴിക്കാൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഫ്രൈകളും ഒന്നും എൻ്റെ ആരോഗ്യത്തിന് അത്ര ചേർന്ന സാധനവുമല്ല. ഞാൻ ഇടയ്ക്ക് കൊളസ്ട്രോളിൻ്റെ ഒക്കെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തി. അതുകൊണ്ട് എനിക്കത് യോഗ്യമായിട്ടുള്ള കാര്യമല്ല, കഴിയുന്നതിൻ്റെ പരമാവധി അവോയ്ഡ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. എന്നാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നെ ഒന്ന് വിഷമിപ്പിച്ച്. ഞാൻ എത്രമാത്രം പല സഹായങ്ങളും പല നിലകളിൽ അദ്ദേഹം ഒരു വ്യവസായിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള പല സഹായങ്ങളും നമുക്ക്, പ്രത്യേകിച്ച് ഇവിടുത്തെ വ്യവസായികളുടെ ഒരു ഗുണം അക്ഷരാഭ്യാസമില്ല, മലയാളവും ഇംഗ്ലീഷും ഒന്നും വായിക്കാൻ അറിയത്തില്ല. അവരുടെ എന്ത് സാധനം വന്നാലും വായിക്കുകയും എഴുതുകയും അത് പറയുകയും അത് അവർക്ക് വേണ്ടി ഓഫീസിൽ പോവുകയും ഒക്കെ ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്നാലും എടാ ഒരു ചിക്കൻ കഷ്ണത്തിന് വേണ്ടി ഇദ്ദേഹം ഇത്ര ചൂടായി കളഞ്ഞല്ലോ, ആ ഒരു ചിക്കൻ കഷ്ണത്തിൻ്റെ വില പോലും എനിക്കില്ലേ എന്ന് ഞാൻ പെട്ടെന്ന് ചിന്തിക്കാനും എനിക്കത് ആ സമയത്തൊരു വിഷമം ഉണ്ടാകാനുമായിട്ട് ഇടയായിട്ട് തീർന്നു. എന്ന് വെച്ചിട്ട് വലിയ വിഷമമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കർത്താവിനെ ഇരുത്തിക്കൊണ്ട് ഇവിടെ പറയുക ഒരാള് ഈ വെറും ചെലവ് എന്തിന് എന്ന് പറഞ്ഞപ്പം നമുക്കറിയാമല്ലോ ഇദ്ദേഹം ഇതിന് യോഗ്യനാണോ, അല്ലെങ്കിൽ ഇവിടെ ആർക്കും ഇത് നൽകപ്പെടാനുള്ള യോഗ്യത ഇല്ലല്ലോ. കുഡ് ഹാവ് ബീൻ സോൾഡ് അറ്റ് എ പ്രൈസ്. ഇത് വിൽക്കാമായിരുന്നില്ലേ? വൈ ദിസ് വേസ്റ്റ് എന്ന് പറയുമ്പം ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഇങ്ങനെ വലിയ ആദരിക്കപ്പെടേണ്ട വലിയ പ്രധാനമന്ത്രി, പ്രസിഡന്റ് അല്ലെങ്കിൽ രാജാവ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് കർത്താവിനെ ബീലിറ്റിൽ ചെയ്ത് പറയുമ്പം ഏത് മനസ്സിൽ നിന്നാ ഈ പറയുന്നേ? ഏത് മനസ്സിൽ നിന്നാ ഈ പറയുന്നേ? ദൈവികമായ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അന്നും ഇന്നും പലരുടെയും ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണ്. അവര് പുറമേയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവരുടെ ഹൃദയത്തിൽ അവര് എല്ലാം ഇത്ര മാത്രം ബഹുമാനത്തിന് യോഗ്യനാണ്. യേശു സംഗതിയൊക്കെ ശരിയാ, അല്ലെ പുള്ളിക്ക് വേണ്ടി ഈ വെറിഞ്ചലവൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ വിശിഷ്ട വ്യക്തികളെയൊക്കെ ആദരിക്കുന്നത് പോലെ ആദരിക്കപ്പെടേണ്ട കാര്യമൊന്നും ഇദ്ദേഹത്തിന് ഇല്ല എന്നല്ലേ അവിടെ പറയുന്നത്. അതും മരിക്കാൻ പോകുന്ന ഈ ലോകത്തിൽ വന്ന് ലോകത്തിന് വേണ്ടി മരിക്കാൻ പോകുന്ന ശിഷ്യന്മാരെ പ്രാണന് തുല്യം അവസാനത്തോളം സ്നേഹിച്ച ആ ശിഷ്യന്മാർ തന്നെ ഇങ്ങനെ പറയുമ്പോൾ എത്രമാത്രം ഒരു ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ കർത്താവ് ആയിത്തീർന്നു എന്നുള്ളത് നമുക്ക് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അവളെ വിടുക, അവളെ എൻ്റെ ശവസംസ്കാര ദിവസത്തിന് വേണ്ടി സൂക്ഷിച്ചുവല്ലോ എന്ന് പറയുന്നത്. രണ്ടാമത് വേറൊരു കാര്യം, അകമേ ദുഷ്ടന്മാരായിരിക്കുകയും പുറമേ നല്ലവരായിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നവരുടെ ഇത് നമുക്ക് കണ്ടാ സഹിക്കുകയല്ല പ്രിയപ്പെട്ടവരെ. സദൃശവാക്യത്തിലെങ്ങാണ്ട് പറയുന്നുണ്ടല്ലോ, എത്രയോ 7 കാര്യം സഹിച്ചുകൂടാന്ന് പറയുന്ന പോലെ അതിൻ്റെ കൂടെ കൂട്ടാവുന്ന ഒരു കാര്യമായി ഇതും. അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാൽ തന്നെ ഞാൻ പറയുക, അത് സഹിച്ചുകൂടാ എന്ന് പറയുന്നത് പോലുള്ള ഒരു പരിപാടിയാ. അകമേ കടിച്ചു കീറുന്ന ചെന്നായ, അകമേ തികച്ചും കൊള്ളരുതാത്തവൻ, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും പണസഞ്ചിയിൽ നിന്ന് അവൻ എടുത്തു വന്നത് കൊണ്ടും ആയിരുന്നു അവൻ ഇങ്ങനെ പറഞ്ഞത്. അവരെ ഓരോരുത്തർക്കും വിലയിട്ടുകൊണ്ട് നടക്കുക. അവന് വിലയിടാൻ മാത്രം അവൻ മറന്നുപോയി. മറ്റുള്ളവർക്കൊക്കെ വിലയിടും, മാർക്കിടും, അവരെയൊക്കെ ഗ്രേഡ് തിരിക്കും, ഇതൊക്കെ ചെയ്യും. അതിനുള്ള അളവുകോലൊക്കെ അവരുടെ കയ്യിലുണ്ട്. എന്നാൽ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ഈ വിവേകമില്ലാത്ത ഹൃദയത്താൽ അവർ ഇത് സഹിക്കാൻ വയ്യാത്ത ഒരു അനുഭവം. നമുക്കറിയാം ഇതേ മെന്റാലിറ്റി ഉള്ള പല വ്യക്തികളെ സമൂഹത്തിലും ദൈവമക്കളുടെ കൂട്ടത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഫുള്ള് യൂദാസുമാരാന്ന് പറഞ്ഞു വെക്കുകയല്ല ചെയ്യുന്നത്, അങ്ങനെ ചിന്തിക്കണ്ട. എന്നാൽ അകമേ ഉള്ള ഇന്റൻഷൻസ് ഇതൊന്നുമല്ല. അകമേയുള്ള ഉദ്ദേശം ദൈവനാമ മഹത്വമല്ല. അകമേയുള്ള ഉദ്ദേശം ദൈവത്തോടുള്ള ആരാധനയല്ല. അകമേയുള്ള ഉദ്ദേശം ദൈവിക പദ്ധതികളിൽ ചേർന്ന് ആമേൻ കർത്താവെ വേഗം വരണമേ എന്ന് പറയുന്നതല്ല. അതൊന്നുമല്ല ലക്ഷ്യം. കത്തുന്ന വീട്ടിൽ നിന്ന് അതിന്റെ കഴുക്കോല് വലിച്ചെടുക്കുക എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന കുറെ ആൾക്കാര്, ഇതൊക്കെ കൊണ്ട് അവർക്കെന്തോ ലാഭം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നവര്, അതൊക്കെ കൊണ്ട് അവർക്കെന്തോ മെച്ചമുണ്ട് എന്ന് വിചാരിക്കുന്നവര്,
അവരെ പറ്റി അവിടെ പറഞ്ഞേക്കുക. പുറമെ കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് അവൻ്റെ ഹൃദയം വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. ചില നിമിഷങ്ങളെ, ചില മണിക്കൂറുകളെ ഉള്ള അവൻ അതൊക്കെ ചെയ്യാൻ. അകമേ അവൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ പുറമേ പറയുക അയ്യോ, അല്ലെങ്കിൽ ഈ പുറമേ പാവങ്ങളെക്കുറിച്ചാ ആലോചന. ഇന്ന് നമുക്കറിയാമല്ലോ, പാവങ്ങളെക്കുറിച്ച് ആലോചനയുള്ള എത്ര പേരുണ്ട്. അയ്യപ്പ പണിക്കരുടെയോ അതുപോലെ ചില കവിതകളുണ്ട്. ഞാനത് ഇവിടെ പാടുന്നില്ല, പാടാൻ അത്ര യോഗ്യമായ എന്ന് വെച്ചാൽ അയ്യപ്പ പണിക്കർ മോശം കവിയാണെന്നല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊന്നും ഞാൻ പറയുകയല്ല. എന്നാൽ തന്നെ ഇവിടെ പാടുന്നില്ല. അവർ യഥാർത്ഥ പാവങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ഉദ്ദേശം എന്താന്ന് അദ്ദേഹം ആ കവിതയിൽ ഇതാക്കിയിട്ടുണ്ട്. പാവങ്ങളെ പറ്റി പറയുമ്പോഴും അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി അവരുടെ സ്വാർത്ഥ ലാഭം ഉദ്ദേശിക്കുന്നവർ എപ്പോഴും പൊക്കിപ്പിടിക്കുന്ന ഒരു ബാനറാ പാവങ്ങൾ 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 എന്ന് പറയുന്നത്. അങ്ങനെ പാവങ്ങളെ ശുശ്രൂഷിക്കാനാണെങ്കിൽ ഈ പാവങ്ങൾ പണ്ടും ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഇവിടെ ഉണ്ട്, നാളെ ഇവിടെ ഉണ്ടാകും. നിനക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നീ ഭാരപ്പെട്ട് കലങ്ങേണ്ട ആവശ്യമില്ല മകനെ. അകമേ കൊള്ളരുതാത്തവനായിരിക്കുമെന്നവൻ പുറമേ വലിയ ഫിലാന്ത്രോപ്പിസ്റ്റായിട്ട്, വലിയ മനുഷ്യസ്നേഹിയായിട്ട്, വലിയ ആതുര സേവകനായിട്ട്, പാവങ്ങൾ അവൻ്റെ ആ മുതലക്കണ്ണുനീര് കുടിച്ച ജീവിക്കുന്നതെന്നുള്ള മട്ടിന് അവൻ ഈ മുതലക്കണ്ണുനീരിങ്ങനെ ഒഴുക്കുക. എന്നിട്ട് പൊതുവായി ദൈവീയ ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്ന പണം അവനെടുത്ത് കട്ടെടുത്തുകൊണ്ടിരിക്കുക. അതാണ് പാവങ്ങളെക്കുറിച്ചുള്ള ഭാരം. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, ഒരു തുടക്കം വിട്ടാൽ മതി. ഇത് മാലപ്പടക്കം പോലെ കത്തുന്ന ഒരു സബ്ജക്റ്റാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അവൻ്റെ ആ മെൻറ്റാലിറ്റി അവിടെ വ്യക്തമായിട്ട് എത്രയൊക്കെ പിടിച്ചു വെച്ചാലും ചിലരുടെ മനോഭാവങ്ങളൊക്കെ കൃത്യസമയത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞതുപോലെ യൂദായുടെ മനോഭാവവും അവിടെ വെളിപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാം. ഈ വെറും ചെലവെന്തിന്, ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. യേശു അതറിഞ്ഞ് സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്ന അവളെ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലതാനും. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന് ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തു താകുന്നു. ലോകത്തിലെങ്ങും സുവിശേഷം പ്രസംഗിക്കുന്നതൊക്കെയും അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഇന്ന് പ്രഭാതത്തിലും ആ സ്ത്രീ ചെയ്ത കാര്യം 2023 സെപ്റ്റംബർ മാസം, എനിക്ക് തോന്നി ഇന്നത്തെ ദിവസവും പറഞ്ഞു 28-ാം ദിവസം 28-ാം ദിവസം നമ്മൾ അത് രാവിലെ പ്രഖ്യാപിക്കുക. നോക്കണം ഇനി എത്ര അടുത്ത് ഇത് പ്രഖ്യാപിക്കും. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ പേരുകൾ പിന്നെയും പിന്നെയും പ്രസ്താവിക്കപ്പെടും പ്രിയപ്പെട്ടവരെ. നിത്യതയിലും അത് പ്രസ്താവിക്കപ്പെടും. അതുപോലെ മാറാനാഥ അനാഥേമ എന്ന് നമ്മൾ വായിക്കുന്ന പോലെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കാത്ത ഏവരും ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഏവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ നമുക്കവനെ അക്ഷയമായി സ്നേഹിക്കാം. നമ്മുടെ സ്നേഹപ്രകടനങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ അതൊരിക്കലും കർത്താവ് അതിനെ തള്ളിക്കളയുന്നില്ല. എന്ന് മാത്രമല്ല, അത് എത്ര എക്സ്പെൻസീവാണ്, എത്ര ചെറുതാണ്. നമുക്കറിയാം, തുടർന്ന് കാണുന്നത് പണ്ടാരത്തിലിരുന്ന വിധവയുടെ 2 ചില്ലിക്കാശിനെ പുകഴ്ത്തുന്ന കർത്താവിനെയും കാണാം. എക്സ്പെൻസീവ് ഇതിനെ മാത്രമല്ല, ഹൃദയത്തെ ഉൾപ്പുകളെയും തൂക്കി നോക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠരായിട്ട് വെളിപ്പെടാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും.